मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। അതാ പോകുന്ന കിറ്റി. നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? സോറി, എന്റെ ലേസ് അഴിഞ്ഞു പോയിരുന്നു. നോട്ടം കണ്ടിട്ട് എന്താ പ്രശ്നമുണ്ടെന്ന് തോന്നുന്ന. സോറി. വേഗം പോയി പിടിക്കോളെ. അയ്യോ, എന്റെ നട ഒടിഞ്ഞേ. ഓ, നിൽക്കവിടെ. എങ്ങോട്ടാ ഓടാൻ നോക്കുന്നത്? വരുവാണല്ലോ. എന്താ പ്രോബ്ലം ബോസ്? ഞാൻ നിങ്ങളോട് സോറി പറഞ്ഞതല്ലേ? ഞങ്ങൾ നിന്നെ കിഡ്നാപ്പ് ചെയ്യാൻ പോവുകയാണ്. രക്ഷിക്കണേ. എത്രയും പെട്ടെന്ന് ഡോണിന്റെ അടുത്തേക്ക് ഇവിടെ കൊണ്ടുപോ. ഞങ്ങളും മമ്മിയും വീട്ടിൽ ടെറസിൽ ബെഡിൽ ഇരുന്നിങ്ങനെ സംസാരിക്കുമായിരുന്നു. ആ നാളുകൾ എത്ര നല്ല രസമുള്ളതായിരുന്നു. ബല്ലേ ബല്ലേ, ആഹാ ആഹാ, ഓയേ ഓയേ, കൊള്ളാം. നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? എന്താണ് കാര്യം കന്ന സാർ? അങ്ങ് വലിയ സന്തോഷത്തിലാണല്ലോ. ദീപാവലിക്ക് കുട്ടികൾ പടക്കം പൊട്ടിച്ചു. മിസ് ഗാഡ്കർ എന്റെ ഭാഗ്യം തെളിഞ്ഞു. അടികൈ. അങ്ങനെയാണെങ്കിൽ അങ്ങേക്ക് ലോട്ടറി ടിക്കറ്റ് അടിച്ചു, അങ്ങനെയല്ലേ? എടാ, എന്റെ ഭാഗ്യം തെളിഞ്ഞു. അതിനടിക്ക് കയ്യ്. കാര്യം എന്താണെന്ന് പറയൂ സർ. കുളിക്കുമ്പോൾ തേക്കണം നല്ല സോപ്പ്. ആരോ എനിക്ക് അയച്ചു തന്നിരിക്കുന്നു ട്രഷർ മാപ്പ്. ഈ മാപ്പ് അങ്ങയുടെ കവിത പോലെ തന്നെ ഒന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് തന്നെ ഇതൊന്നും മനസ്സിലാവുന്നില്ല. എന്ത് മാപ്പാ ഇത്? എന്റെ ട്രെയിൻ എപ്പോഴും ലേറ്റ് ആയിട്ടാണ് വരുന്നത്. ഹലോ, ഞാൻ കന്നയാണ് സംസാരിക്കുന്നത്. അടികൈ. ഞാൻ ജയകൃഷ്ണനാണ് സംസാരിക്കുന്നത്. അടിക്കമ്മത്ത്. പറഞ്ഞോളൂ. കിറ്റി എന്റെ അടുത്താണുള്ളത്, എന്റെ അടുത്ത്. ഓക്കെ, കിറ്റിയുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയമായിരിക്കാണ്. അവൾക്ക് പാലിന്റെ കൂടെ ചോക്കോ ചിപ്സും കൊടുത്തേക്ക്. ഞാൻ പറഞ്ഞത് തനിക്ക് മനസ്സിലായില്ലേ? ഞാൻ കിറ്റിയെ പൊക്കിയിരിക്കുകയാണ്. കിറ്റി വല്ലാതെ ക്യൂട്ടാണ്. ആര് കണ്ടാലും അവളെ പൊക്കിയെടുക്കും. എടാ, ഞാൻ അവളെ കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. കിറ്റിയെ കിഡ്നാപ്പ് ചെയ്തെന്നോ? സ്പീക്കർ സ്പീക്കർ സ്പീക്കറിലിട്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഒരു മാപ്പ് ഉണ്ട്. പക്ഷെ ഞാനത് തരില്ല. യു സ്റ്റുപ്പിഡ്. ആ മാപ്പ് നിനക്ക് അയച്ചത് ഞാൻ തന്നെയാ. കിറ്റിയെ നിനക്ക് ജീവനോടെ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചർ ഐലൻഡിൽ ഒരു ശില്പം ഇരിപ്പുണ്ട്. അതെന്റെ അടുത്ത് എത്തിക്കണം. അണ്ടർസ്റ്റാൻഡ്? പഞ്ചർ ഐലൻഡ്. പഞ്ചർ ഐലൻഡിലേക്ക് പോണോ അത്രേ? പഞ്ചർ ഐലൻഡ്. പഞ്ചർ ഐലൻഡ് ആപത്ത് നിറഞ്ഞ സ്ഥലമാണ്. നിയമവ്യവസ്ഥ വേറെയാണ്. 200 വർഷമാണ് അവിടെ കഠിന തടവ്. ഇല്ല, എനിക്ക് ജയിലിനകത്ത് കിടന്ന് വൃത്തിയായി കഷ്ടപ്പെടണ്ട. പേടിക്കണ്ട മാഡം, ഞങ്ങൾ പുറത്തെടുക്കാം. പക്ഷെ മാപ്പ് പറയുന്നതനുസരിച്ച് പഞ്ചർ ഐലൻഡിലാണ് ആ ശില്പമുള്ളത്. ആ ഡോണിനോട് പറയേ ഉടൻ ശില്പത്തിന്റെ ഫോട്ടോ അയക്കാൻ. അതുപോലെ ഒരെണ്ണം നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ചു കൊടുക്കാം. ആ ശില്പത്തിൽ തീർച്ചയായും എന്തോ ഒരു സംഭവം മറഞ്ഞു കിടപ്പുണ്ട്. സംശയമുണ്ടോ? നമ്മൾ പഞ്ചർ ഐലൻഡിലേക്ക് പോകുന്നത് ശില്പം മോഷ്ടിക്കാനെന്ന് അവിടുത്തെ പോലീസുകാർ എങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിതകാലം മുഴുവൻ ജയിലിൽ കഴിയേണ്ടി വരും. ഏതെങ്കിലും വഴി ഉണ്ടാവും. ഏത് വഴി പോയാലും പോലീസുകാർ തീർച്ചയായിട്ടും നമ്മളെ തെരഞ്ഞു പിടിച്ച് പിടികൂടുമല്ലോ. തെറ്റെവിടെ കണ്ടാലും ഉടൻ തന്നെ തടയണം. എന്ത് സംഭവിച്ചാലും കിറ്റിയെ രക്ഷിച്ചെടുക്കണം. അടികൈ. ഐഡിയ. ഏത് രാജ്യത്തും ടൂറിസ്റ്റിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഫാമിലി ആയിട്ട് പോയാൽ ഒരു ചെക്കിങ്ങും ഉണ്ടാവില്ല. യാത്ര പോകാൻ ഒരുപാട് കാശ് ചിലവാകും. ഏത് ഫാമിലി നമുക്ക് വേണ്ടി ശില്പം മോഷ്ടിക്കാൻ പോകും? എനിക്ക് ചില സമയം കന്നാ സാറിനെ കാണുമ്പോൾ ഹണി ആയിട്ടാണ് തോന്നുന്നത്. സംശയമുണ്ടോ? കന്നാ സാറേ, നമുക്കൊരു ഫാമിലി ആയിട്ട് പോവാം. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ, ഞങ്ങൾ 4 പേര് നിങ്ങളുടെ കുട്ടികൾ. ഇതൊരു അടിപൊളി ഐഡിയ തന്നെയാണ്. ഉടനെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇപ്പോൾ തന്നെ നമുക്ക് യാത്ര പുറപ്പെടാം.
ഇവനെ കണ്ടപ്പോ എനിക്ക് സംശയം തോന്നിയതാ. ഞങ്ങളുടെ ഐലൻഡിൽ സ്മഗ്ലിംഗ് ചെയ്യാനായിട്ട് നിനക്ക് എവിടെ നിന്ന് ധൈര്യം കിട്ടി? എങ്ങനുണ്ട് അടി? ഈ അടിയുടെ വേദന നിനക്ക് ജീവിതകാലം മുഴുവനും ഉണ്ടാവണം. ഞാൻ ഈ സ്മഗ്ലറിനെ പിടിച്ചിരിക്കുന്നു. ഇവനെ എടുത്ത് വണ്ടിയിലിട്. ഓക്കേ സാറേ. വാ, നിനക്ക് വേണ്ടി സർക്കാർ വാഹനം കാത്തിരിക്കുക. എന്തിനാണ് സാറേ? ഇപ്പൊ മനസ്സിലായല്ലോ നിനക്ക്? ഇനി പോകാമോ? തീർച്ചയായിട്ടും പോകാം. കാലിലിട്ട് നടക്കാൻ നല്ലതാ സ്ലിപ്പർ. ഇതാ ഞങ്ങളുടെ വണ്ടിയുടെ പേപ്പർ. അടികൈ. അല്ല കന്ന സർ, ഞങ്ങൾ ടൂറിസ്റ്റ് ആണ്. ടൂറിസ്റ്റ് വെൽക്കം ടു പഞ്ചർ ഐലൻഡ്. അടിപൊളി ഫാമിലിയാ. ഇവര് രണ്ടുപേരും ഒരുപോലെയുണ്ട്. ഞങ്ങൾ ഇരട്ടക്കുട്ടികളാണ്. വല്ലാത്ത ഇരട്ടക്കുട്ടികളാ. ശബ്ദം പോലെ ഒരുപോലെയുണ്ട്. നല്ല മോളാണല്ലോ. എന്ത് നല്ല മുടിയാ അവൾക്ക്. കൊള്ളാം കൊള്ളാം. എന്ത് ഷാമ്പു ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്? സോറി, മുടി എന്റെ കയ്യിലായി പോയി. സോറി. ഒരു കുഴപ്പവുമില്ല. ഗം വച്ച് ഞാൻ ഇത് ഒട്ടിച്ചു കൊള്ളാം. വെരി ഗുഡ്. ഈ കുഞ്ഞിനെ കണ്ടിട്ട് ഒരു തത്തമ്മ കുഞ്ഞിനെ പോലെ ഉണ്ടല്ലോ. ഞങ്ങൾ പൊക്കോട്ടെ. എല്ലാരും പുറത്തോട്ട് വാ. പുറത്തോട്ട് വരാൻ. ഒന്നാനങ്ങാതെ നിൽക്ക്. അടിപൊളി ഫാമിലി ആണല്ലോ. നമുക്ക് സെൽഫി എടുത്താലോ? ഹാപ്പി ജേണി. ബൈ ബൈ. താനെന്താടോ ഗെയിം കളിച്ചോണ്ടിരിക്കോ? ഫോട്ടോ നോക്കുകയായിരുന്നു. ടൂറിസ്റ്റ് റെക്കോർഡിന് വേണ്ടി ആ ഫാമിലിയുടെ ഫോട്ടോ എടുത്തത് സാർ. എടോ പാണ്ട, മനുഷ്യരുടെ കുട്ടികൾ എങ്ങനെയാടോ മൃഗങ്ങളാവുന്നത്? അതും വേറെ വേറെ ടൈപ്പിൽ. ഞാനിത് ആലോചിച്ചതേ ഇല്ല. വേഗം പോയി അവരെ പിടിക്ക്. ഇന്റലിജന്റ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ചില ഗാങ്സ്റ്റേഴ്സ് ഇവിടേക്ക് വന്നിട്ടുണ്ടത്രേ. ചിലപ്പോൾ അത് ഇവരായിരിക്കാം. വേഗം പോയി പിടിച്ചോണ്ട് വാ, അല്ലെ തന്റെ തൊപ്പി തെറിക്കും. എവിടെ പോയി? എവിടോട്ട് പോയി? എനിക്കൊരു ചാൻസ് തരണം സാർ. തീർച്ചയായും ഞാൻ അവരെ പിടികൂടാം. തന്നിരിക്കുന്നു. താങ്ക് യു. താങ്ക് യു. ഞാനിത് ആലോചിച്ചതേ ഇല്ല. ഡാഡ്, ഇനിയും പോകാൻ എത്ര ദൂരമുണ്ട്? തീർന്നു. നമ്മൾ എത്തിപ്പോയി. നമ്മൾ ഈ ശില്പം കൊള്ളയടിക്കുന്നു. വലിയ ഡോണായി മാറുകയും ചെയ്യുന്നു. ഡാഡിന്റെ ഫാക്ടറിക്ക് വേണ്ടി എനിക്കൊരു ലോൺ എടുക്കേണ്ടതുണ്ട്. അതിനുള്ള അപേക്ഷയ്ക്കായി അങ്ങ് ഉടൻ തന്നെ ഒന്ന് സൈൻ ചെയ്യൂ. ഇല്ല. ഡാഡ് സൈൻ ചെയ്യുന്നോ അതോ ഇല്ലയോ? ആ പ്രതിമ നമ്മൾ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ജയകൃഷ്ണൻ ഡോണിനേക്കാളും വലിയ ഡോണായി നമ്മൾ മാറും. എത്രയും പെട്ടെന്ന് ഈ ഐലൻഡിൽ നിന്നും ആ പ്രതിമ നമ്മൾ അടിച്ചു മാറ്റി കൊണ്ടുപോയിരിക്കണം. ഡാഡ് അങ്ങ് സൈൻ ചെയ്യുന്നുണ്ടോ? ഇതെന്റെ ശബ്ദമല്ല. ഇത്രയും വലിയ ശബ്ദമുണ്ടാക്കാൻ എനിക്ക് കഴിയുകയുമില്ല. ഇനി നമ്മുടെ കാര്യം ഓടിക്കോ മോനെ, ഓടിക്കോ. കേറിപ്പോകാൻ വലിയ പാടാണ് കുന്ന്. എനിക്കറിയില്ല എവിടേക്ക് ചെല്ലണമെന്ന്. അടികൈ. ഞാൻ പിടിച്ചു.
അങ്ങ് പിടിച്ചില്ല, കണ്ടതേയുള്ളൂ. ഇനി പിടിക്ക്. മര്യാദയ്ക്ക് വണ്ടി നിർത്ത്. യു ആർ അണ്ടർ അറസ്റ്റ്. ഗന്ന സാർ വണ്ടി വേഗത്തിൽ ഓടിക്ക്. താൻ കണ്ടില്ലേ അവർ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഡാൻസ് കളിക്കുകയല്ല, വണ്ടി ഓടിക്കുക. പതുക്കെ പോവുകയല്ലേ. ഓ സോറി. എന്നാ സാറേ സൈഡ് കൊടുക്ക്, അവര് മുന്നിൽ അങ്ങ് പോയിക്കോട്ടെ. എടാ കഴുതേ, അവര് നമ്മളെ പിടിക്കാൻ വേണ്ടി വരികയാണ്. സംശയമുണ്ടോ? നിർത്ത്, മര്യാദയ്ക്ക് വണ്ടി നിർത്ത്. അവർക്ക് നിർത്തണമെങ്കിൽ അപ്പോഴേ നിർത്താമായിരുന്നു. അവർ നിർത്തുമെന്ന് തോന്നുന്നില്ല. നമ്മൾ തന്നെ നിർത്തേണ്ടി വരും. ഖന്ന സാറേ റിവേഴ്സിൽ ഓടിക്ക്. നമ്മൾ രക്ഷപ്പെട്ടതാ തോന്നുന്നത്. അവരെ പിടിക്കണമെങ്കിലേ ഇനി സാറി എന്നെ ഒന്ന് പിടിച്ചാ മതി. സാർ ആദ്യം പൊക്കോ, നമ്മൾ പുറകെ വന്നേക്കാം. ഓ, ഗ്യാങ്സ്റ്ററിന് പിടിക്കുന്നത് കൊണ്ട് പ്രമോഷൻ ഉറപ്പാവും. തീർന്നു. ഇല്ല, തീർന്നില്ല. തീരുമായിരിക്കും. ഈ ബോട്ട് എനിക്ക് തന്നേക്ക്. ഇല്ല. ഈ ബോട്ട് എനിക്ക് തന്നേക്ക്. ഇല്ല. ഡാഡ് ഇവനെ ഷൂട്ട് ചെയ്യുന്നോ അതോ ഇല്ലയോ? വേണ്ട, നിങ്ങൾ തന്നെ എടുത്തോളൂ. എന്നാൽ ഒരു പാവപ്പെട്ടവന്റെ ശാപം കണ്ടോണ്ട് ഈ നദി ഒരിക്കലും വെറുതെ ഇരിക്കാൻ പോകുന്നില്ല. What a joke. ഡാഡ്, ആ വണ്ടി നമ്മളെ നോക്കി വന്നോണ്ടിരിക്കുകയാണ്. വേഗം തുഴയേ. My God, ഞാനിതാ വെള്ളത്തിലൊഴി പോകുന്നു. ഡാഡ് നിൽക്ക്, ഞാനെന്താ വരുന്നു. എന്നും വരുന്ന പത്രക്കാരൻ ഇന്ന് മാത്രം വന്നില്ല. സോറി പറയാനുള്ള അവസരം പോലും ഇവർ നമുക്ക് തന്നില്ല. അടികൈ. കാറ്റിൽ ഷീറ്റുകൾ പറക്കുന്നു. ഈ വാൻ കേടായി എന്ന് തോന്നുന്നു. അടികൈ. ഒന്നാമത് ഇവിടെ എല്ലാരും വലിയ പ്രശ്നത്തിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങരുടെ ഒടുക്കലത്തെ കവിത. ശരി, വാ നമുക്ക് ഇവിടുന്ന് പോവാം. അവര് നമ്മുടെ അടുത്തേക്ക് വന്നോണ്ടിരിക്കുക. നിൽക്ക്. വേഗം വാ, നമുക്ക് അവരുടെ അടുത്തേക്ക് പോയേക്കാം. അങ്ങോട്ടേക്കല്ല, ഇങ്ങോട്ടാ പോകട്ടെ. കാട്ടിന്റെ അകത്തേക്ക് ഓടിക്കോ. അവർ കാട്ടിലേക്ക് ഓടുകയാണ്. പിടിക്ക. മര്യാദയ്ക്ക് അവിടെ നിൽക്കുന്നതാ നല്ലത്. സാറ് നിക്കാൻ പറഞ്ഞാലെന്തോ അവര് നിക്കാൻ പോകുന്നില്ലേ. എത്രയും പെട്ടെന്ന് തോക്കെടുത്ത് വെടിവെക്ക്. അവര് വെടിവെച്ചോണ്ടിരിക്കുകയാണ്. സംശയമുണ്ടോ? ഞാൻ അവരോട് നിർത്താൻ പറയാം. വേണ്ട, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. അവര് വല്ലാത്ത ആൾക്കാരാണ്. നമ്മൾ പറഞ്ഞ അവർ കേൾക്കില്ല.
കന്നാ സാറേ, രാവിലെ എഴിച്ചാൽ ഒന്ന് പല്ല് തേക്കാൻ നോക്ക്. അവർതാ ഇങ്ങോട്ടേക്ക് വരുന്നു. പാലം പൊട്ടിപ്പോയി, ഇനി അവർക്ക് വരാൻ കഴിയില്ല. പോലീസുകാരെ പേടിപ്പിക്കുന്നു. പൊക്കിയെടുത്ത് അകത്തിടും. പാലം പൊട്ടിപ്പോയി, ഇനി അവർക്ക് വരാൻ കഴിയില്ല. സന്ധ്യ ആയിക്കൊണ്ടിരിക്കുക, നമുക്ക് ഈ കുടിലിൽ താമസിക്കാം. മുട്ടായി കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു. ഈ മാപ്പുള്ളത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അടിയേ. ആരോ കൈയടിക്കുന്ന ശബ്ദം കേട്ടു. എവിടെ മാഡം? ഞങ്ങളാരും കേട്ടില്ലല്ലോ. ഇല്ല, ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കാം. നീ എന്ത് ചെയ്യണം? ഡാഡ്, അയാൾ കൈയടിക്കാൻ പറഞ്ഞു, ഞാൻ അടിച്ചു. കിറ്റി ഡോണിന്റെ കയ്യിലുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. രാവിലെ തന്നെ ഈ മാപ്പിന്റെ സഹായത്തോടെ ആ ശില്പം കണ്ടെത്തണം. മാപ്പ് നമുക്ക് സൂക്ഷിച്ചു വെക്കണം. ഇപ്പൊ നമുക്ക് ഉറങ്ങാം. ഏർലി മോർണിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അവരുടെ കയ്യിൽ മാപ്പുണ്ട്, നമ്മുടെ മാപ്പ് കളഞ്ഞും പോയി. ഇവരുടെ കയ്യിലുള്ള മാപ്പ് കൊണ്ട് നമുക്ക് ആ ശില്പം കണ്ടെത്താം, വലിയ ഡോണായി മാറുകയും ചെയ്യാം. ഡാഡ് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, എന്നാൽ ഈ പേപ്പറിൽ മാത്രം ഒന്ന് സൈൻ ചെയ്തേക്ക്. എടാ, ഡാഡ്, അങ്ങ് സൈൻ ചെയ്യുന്നുണ്ടോ അതോ ഇല്ലയോ? ആദ്യം നീ എന്റെ കൂടെ വന്ന ആ മാപ്പ് എങ്ങനെയെങ്കിലും മോഷ്ടിച്ചതാ, എന്നിട്ട് ഞാൻ ഇതിൽ സൈൻ ചെയ്യാം. ഓക്കെ ഡാഡ്. സൈൻ 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 ഒന്ന് സൈൻ ചെയ്യൂ ഡാഡ്.
കാട്ടുഡോഗി. കാടായാലും നാടായാലും ഡോഗിയുടെ കടി തന്നെയാണ്. താൻ ആരാണ്? മൂസ, എന്റെ പേര് കേട്ടിട്ടുണ്ടാവല്ലോ. ആ കേട്ടിട്ടുണ്ട്. എന്താ തനിച്ചാണോ വന്നിരിക്കുന്നേ? റോജ എവിടെ പോയി? റോജയല്ല, മോജ. MOZA. മോസ. മൂസ മൂസ മൂസ. ഇതൊക്കെ മുത്തച്ഛന്റെ കുടിലാണ്. ഇവിടെ നിങ്ങൾ എങ്ങനെ എത്തി? ഇവിടെ ഞാൻ മാത്രമേ താമസിക്കാറുള്ളൂ. ചേട്ടാ, ഞങ്ങൾ രാത്രി മൃഗങ്ങളെ പേടിച്ചിട്ടാണ് ഇതിനകത്ത് കയറിയത്. എങ്കിൽ ഈ ജീവിതകാലം മുഴുവൻ നിങ്ങൾ പേടിച്ച് ഞങ്ങളുടെ ഗ്രാമത്തിൽ എന്നേക്കും പണിയെടുക്കേണ്ടതായി വരും. സന്യൂരട്ടാ, നിങ്ങൾ ആരാണ്? എന്റെ മകളാണ്. സന്യൂരട്ടാ, പെർഫെക്റ്റ് നെയിം. കണ്ടപ്പോ തന്നെ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. ഈ സുന്ദരിയായ സണ്ണീറീറ്റെ നിങ്ങൾ പണിയെടുപ്പിക്കുമോ? തീർച്ചയായും ഇല്ല സന്യൂരട്ടാ. മോസ കുഞ്ഞുനാൾ മുതൽക്ക് ഈ പേരിന്റെ സ്വപ്നത്തിൽ വരാറുണ്ട്. മോസ എന്റെ സൂപ്പർ ഹീറോയാണ്. സ്വപ്നത്തിൽ ഗുണ്ടകളെത്തുന്ന ഇവനാണ് എന്നെ രക്ഷിച്ചെടുത്തത്. നീ ഇനി ഏതവസ്ഥയിലാണെങ്കിലും നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കും. എങ്കിൽ രക്ഷിക്കുന്നേ. കുറച്ചുപേർ ഞങ്ങളെ പിന്തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ നിന്നെ ആർക്കും ഒന്ന് തൊടാൻ പോലും കഴിയില്ല. ഒരു എന്റെ ഗ്രാമത്തിലേക്ക് പോകാം. വരൂ. വരൂ സന്യൂരട്ടാ. മൈ ഡിയർ സണ്ണി. സണ്ണി അല്ല, ഹണിയാണ്. വരൂ സന്യൂരട്ടാ. ഇതാണ് എന്റെ ഗ്രാമം സന്യൂരട്ടാ. നന്നായിട്ടുണ്ട്. നിങ്ങളോട് ഞാൻ ചോദിച്ചോ? ഇഷ്ടപ്പെടേണ്ട എന്റെ സന്യൂരട്ടയ്ക്കാണ്, നിങ്ങൾക്കല്ല. വെരി ബ്യൂട്ടിഫുൾ. ഞാനോ? കൊച്ചുകള്ള. നിങ്ങളുടെ നാട് ഞങ്ങളുടെ മുത്തശ്ശന് വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ നാട്ടിലെ പോലെ വീട്, മൈതാനം എല്ലാം നിങ്ങളുടെ നാട്ടിലേതുപോലെ ഉണ്ടാക്കിയത് സന്യൂരട്ടാ. അതെ, പോലീസും അങ്ങനെ തന്നെയാ. ഞങ്ങളെ രക്ഷിക്കൂ. ഇവർ ഞങ്ങളെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ കാണാൻ കഴിയില്ല. നിങ്ങൾ പേടിക്കണ്ട. ഞാനുള്ളപ്പോൾ നിങ്ങളുടെ മേൽ കൈവയ്ക്കാൻ ഇവിടെ ആർക്കും ധൈര്യമുണ്ടാവില്ല. വാ, വേഗം വന്ന് വണ്ടി കയറ്. സോറി. ഡാഡ്, അവർ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെ നിങ്ങൾ പിന്തുടരുന്നോ അതോ ഇല്ലയോ?
എടാ, ഒന്ന് മാറടാ. അവര് രക്ഷപ്പെടുന്നു, പിടിക്കവരെ. കള്ളനെ കണ്ടാൽ വേണ്ടുവോളം മർദ്ദിക്ക്. മൂസ, നീ വണ്ടി ഓടിക്കുന്നതിൽ ശ്രദ്ധിക്ക്. അടികൈ. ലവ്ലി സ്റ്റാൻഡ്. തീറിങ് പിടിക്ക്, നദി എത്താറായി. ഇപ്പൊ കണ്ടോളൂ എന്റെ ടെക്നോളജി. താങ്ക് യു മോസ. ജീവിതകാലം മുഴുവൻ ഒന്നിച്ച് താമസിക്കാനുള്ള നമ്മൾ തമ്മിൽ എന്തിനാണ് താങ്ക്സും സോറിയൊക്കെ? വീണ്ടും മോസ, നമ്മൾ തമ്മിലുള്ള ബന്ധം ഇതുവരെ മാത്രമേ ഉള്ളൂ. ചിലർ ആപത്തിൽ കുടുങ്ങിയിരിക്കുക, അവരെ ഞാൻ പോയി രക്ഷിക്കണം. എന്നാൽ ഞാൻ തിരിച്ചു വരും. ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും സനൂരിട്ട, പൊയ്ക്കൊള്ളൂ. എന്നാൽ നീ ഒരു കാര്യം മാത്രം മറക്കണ്ട, നിനക്ക് വേണ്ടി ഞാൻ എന്നും ഇവിടെ കാത്തിരിക്കും. നിന്റെ വരവിന് വേണ്ടി ഞാൻ കണ്ണിൽ എണ്ണയും ഒഴിച്ച് കാത്തിരിക്കും. പൊയ്ക്കൊള്ളൂ, പൊയ്ക്കൊള്ളൂ. ഇനി നിന്നെ ഞാൻ തടയുന്നില്ല. പൊയ്ക്കൊള്ളൂ. ബൈ ബൈ, നമ്മൾ വീണ്ടും കാണും. കാത്തിരിക്കണം. കിട്ടിപ്പോയി. എന്താ കിട്ടിയത്? ദാ നോക്ക്, എത്ര ചെലവും. കഴുതേ, നമുക്ക് ഈ മാപ്പിലുള്ള സ്ഥലത്താണ് എത്തേണ്ടത്. അതാ നിൽക്കുന്നു മാപ്പിലുള്ള മരം, പക്ഷെ തലകുത്തനെയാ നിൽക്കുന്നത്. അതല്ല തലകുത്തനെ നിൽക്കുന്നേ, നമ്മളാണ് തലകുത്തനെ നോക്കുന്നേ. നമ്മൾ എത്തിപ്പോയി. നമ്മൾ ആ മലയുടെ മുകളിലേക്ക് പോകേണ്ടി വരും. മാപ്പിലുള്ളത് പോലെ ശില്പം അവിടെ ആയിരിക്കും. വെള്ളത്തിനടിയിൽ മുഴുവൻ ചെളിയാ. വെള്ളച്ചാട്ടം എത്തിപ്പോയി. അതിന്റെ അടുത്തായിട്ട് തന്നെ ഗുഹയുണ്ട്. രക്ഷിക്കണേ, ഞാനിപ്പോ വെള്ളത്തിൽ മുങ്ങുമേ. പേടിയിൽ ഞാൻ ആ കാര്യം അങ്ങ് മറന്നുപോയി. എനിക്ക് പറക്കാൻ കഴിയുമല്ലോ. സംശയമുണ്ടോ?
അല്ല, ഇവിടെ അടച്ചിട്ടിരിക്കുക. നമുക്ക് വേറെ വഴിയെ പോകാം. ഇതെങ്ങോട്ടാണ് കാണിക്കുന്നത്? ഇവിടെ കുഴിക്കുക. തീർച്ചയായിട്ടും അത് ഇവിടെ ഉണ്ടാകും. കിട്ടിപ്പോയി. നോക്ക്, ശില്പം കിട്ടിപ്പോയി. എന്നാൽ ഒരു എലിയുടെ പ്രതിമയ്ക്കാണോ ഇത്രയും പ്രശ്നം? എനിക്കിതിനെ കുറിച്ച് എന്തറിയാം? നമുക്കിതിനെ ഡൗണിൽ കൊണ്ടുപോയി കൊടുക്കാം. എന്നിട്ട് നമുക്ക് കിട്ടിയെ രക്ഷപ്പെടുത്താം. വേഗം വരൂ. ഓക്കേ. ഇത്ര പെട്ടെന്ന് എങ്ങോട്ടാണ് പോകുന്നത്? ആ ശില്പം ഞങ്ങൾക്ക് തരൂ. അച്ഛന്റെ അടുത്ത് കാറുണ്ട്, ബംഗ്ലാവുണ്ട്, അമ്മയുണ്ട്. പക്ഷേ ഈ ശില്പം മാത്രമില്ല. അതുകൊണ്ട് ശില്പം ഡാഡിക്ക് കൊടുത്തേക്കൂ. നീ അത് തരുന്നോ ഇല്ലയോ? തനിക്ക് എന്റെ സ്വഭാവം ശരിക്കറിയില്ല. ഞങ്ങളെ തന്നെ ഭീഷണിപ്പെടുത്തുന്നോ? എത്ര പേരുണ്ടെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. നീ എന്തിനാ ഇവിടെയും പെണ്ണുങ്ങളെ പോലെ സംസാരിക്കുന്നത്? ശീലമായി പോയി. അടുത്ത പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് പോകാം. പിറന്നാൾ വന്നാൽ കിട്ടും ഗിഫ്റ്റ്. ഇവിടെ നിന്നാൽ നമുക്ക് കിട്ടും ലിഫ്റ്റ്. അടികൈ. ഇവരോട് നമുക്ക് ലിഫ്റ്റ് ചോദിക്കാം. ഇവിടെ ഈ കാട്ടിൽ നിങ്ങൾ എന്തെടുക്കുകയാണ്? അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വാൻ റിപ്പയർ ആയി പോയി. ഞങ്ങൾക്ക് സിറ്റി വരെ ഒന്ന് ലിഫ്റ്റ് തരാമോ പ്ലീസ്? കേറിക്കോ കേറിക്കോ. എഴുന്നേൽക്ക് എഴുന്നേൽക്ക്. പൊട്ടിയില്ല. അതെന്താ, കുട്ടിയാണോ അതോ ശില്പമാണോ ഒന്നും സംഭവിക്കാതിരുന്നത്? കുട്ടി തന്നെയാണ്. ചേട്ടൻ പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ കുട്ടിക്ക് ഒന്നും പറ്റിയില്ല എന്നാണ്. സംശയമുണ്ടോ? ഒരു സംശയമില്ല. അകത്തേക്ക് വന്നോളൂ. കുട്ടിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. ഇല്ല, ഒരു കുഴപ്പമില്ല. ഇതെന്താ, വാനാണോ അതോ ഓടിക്കൊണ്ടിരിക്കുന്ന 5 സ്റ്റാർ ഹോട്ടലോ? എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ അടുത്ത് തരൂ. ഇല്ല, അത് പിന്നെ ഇപ്പോൾ ഉറങ്ങുന്ന സമയമാണ്. ചേട്ടാ, ഒരു താരാട്ട് പാട്ട് പാടൂ. വേഗം പാടൂ. കണ്ണാ സാറേ, എനിക്കൂന്നേ. കണ്ണാ സാറേ, എനിക്ക് കുട്ടിക്ക് താരാട്ട് പാട്ട് പാട്. ഞാൻ പാടിത്തരാം നല്ലൊരു കവിത. അത് കേട്ടുറങ്ങും ഈ കുഞ്ഞ്. അടികൈ. തന്റെ കവിത കേൾക്കുകയാണെങ്കിൽ ആ കുട്ടി ജീവിതകാലം മൊത്തം ഉറങ്ങുകയില്ല.
എന്താ ചെക്ക് ചെയ്യാത്തത്? ഇദ്ദേഹം കമ്മീഷണർ അല്ലേ? ഇദ്ദേഹത്തെ ആര് ചെക്ക് ചെയ്യാനാ? കമ്മീഷണർ തിളയ്ക്കുന്ന എണ്ണയിൽ നിന്ന് ചാടിയത് കത്തുന്ന തീയിലായിരുന്നു. സംശയമുണ്ടോ? അങ്ങോട്ട് നോക്കിയേ, ആരുടെയോ വണ്ടിയുടെ ടയർ ഊരിപ്പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നത് ചിലപ്പോ അത് നമ്മളുടെ ടയർ ആയിരിക്കുമെന്നാ. ഞങ്ങൾ പോയി ടയർ കൊണ്ടുവരാം. അത് പിന്നെ നിങ്ങൾ എല്ലാവരും കൂടി പോവുകയാണോ? ഞങ്ങൾ ഏത് കാര്യമായിരുന്നാലും ഒരുമിച്ച് മാത്രമേ ചെയ്യാറുള്ളൂ. സംശയമുണ്ടോ? കൊള്ളാം കൊള്ളാം, എന്ത് നല്ല ഫാമിലിയാണിത്. ഇതാണ് നല്ല സമയം, വേഗം ഓടിക്കോ. ടയർ ആ വശത്താണല്ലോ പോയത്, ഇവരെന്താ ഈ വശത്തൂടെ ഓടുന്നത്? ഒരു ഗ്യാങ്സ്റ്റർ ഫാമിലി ഐലൻഡിൽ എത്തിയിരിക്കുകയാണ് സാർ. ഒരു ഹസ്ബൻഡും വൈഫും, 2 പൂച്ച, ഒരു തത്തമ്മ, പിന്നെ ഒരു ഡോഗ്. എന്താ? ഇനിയൊരു 100 വർഷത്തേക്ക് ഞാൻ ഒരു കാട്ടിലും പോകത്തില്ല. സംശയമുണ്ടോ? അതാ അവർ രണ്ടുപേരും വരുന്നുണ്ട്. ഓടിക്കോ. കുറെ ഓടിയതാ, ഇനി എത്ര നേരം ഓടും? ഇനി എന്തായാലും നമുക്കൊരു കൈ നോക്കാം. ഇവരെ ഒരു പാട പഠിപ്പിച്ചല്ലേ പറ്റൂ. കിടന്ന് ഡാൻസ് കളിക്കാതെ ഫൈറ്റ് ചെയ്യാൻ നോക്ക്. എടാ ആരടാ അത്? തീ പിടിച്ചപ്പോൾ വീടെല്ലാം കത്തിപ്പോയി. ഇതാ പോലീസ് ടീം എത്തിപ്പോയി. സാർ എന്തിനു വേണ്ടിയാ ചെണ്ട കൊട്ടുന്നത്? കാര്യം എന്താണെന്ന് വേഗം അങ്ങ് പറഞ്ഞേക്ക്. എല്ലാരും കേറിക്കോ. നമുക്ക് പോവാം. യാ. ഇങ്ങനെ മിഴുങ്ങാശയെ നോക്കിക്കൊണ്ടിരുന്നാ മതിയോ? പിടിക്കാവരെ. ഓക്കേ, മര്യാദയ്ക്ക് അവിടെ നിൽക്ക. നിൽക്ക. അവരെ പിന്തുടരൂ, ഞാൻ പോലീസാണ്. ഞാൻ ചാമ്പ്യനാണ്. നീ ഒന്ന് വേഗം വരുന്നുണ്ടോ? ഒന്ന് വേഗം പോ. ഇത് കാളവണ്ടി അല്ലാതെ കുതിരവണ്ടി ഒന്നും അല്ലെന്നേ. ഇവനെന്താ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ പോലീസുകാരനാ. സാറ് പോലീസാണെന്നുള്ള കാര്യം എനിക്കറിയാം, പക്ഷെ ഈ കാളകൾക്ക് അറിയില്ലല്ലോ.
ചൂട് കൂടിയതുകൊണ്ട് ചിപ്സ് കരിഞ്ഞു. വേഗം പോ, അവരടുത്തെത്തി കഴിഞ്ഞു. അടികൈ. അവരടുത്തെത്തിയാൽ നമ്മളെ പിടിക്കും. സംശയമുണ്ടോ? ഇതിൽ കവിത പറയാനുള്ള കാര്യം എന്തിരിക്കുന്നു? ഡാഡ്, ഞാൻ ഡാഡിന്റെ കൂടെ വരികയാണ്. എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് ഉടനെ ഒന്ന് സൈൻ ചെയ്തു തരൂ. ഡാഡ്, അങ്ങ് സൈൻ ചെയ്യുന്നോ അതോ ഇല്ലയോ? ആ ശില്പം കൊണ്ട് പോകുന്നവരുടെ കയ്യിൽ നിന്ന് നീ ആദ്യം സൈൻ വാങ്ങിച്ചു കൊണ്ടുവാ. ഡാഡ്, ആർ യു മാഡ്? അവരുടെ അടുത്ത് പോയാൽ ഞാൻ എന്തിനാണ് സൈൻ വാങ്ങുന്നത്? ആ ശില്പം ഇങ്ങ് എടുത്താ പോരെ? ഓയ് നിൽക്ക നിൽക്ക. ബൈ ബൈ. അവർ ആ വഴിയിലൂടെ പോവുകയാണ്. വേഗം പോയി പിടിക്ക്. തിരിക്ക് തിരിക്ക്, വണ്ടി തിരിക്ക്. താഴെ ഇറങ്ങേ, വേഗം താഴെ ഇറങ്ങാനല്ലേ പറഞ്ഞത്? ഇവൻ വല്ലാത്ത ദേഷ്യത്തിൽ സംസാരിക്കുക. ആ ഞങ്ങളിതാ പോയി കഴിഞ്ഞു. ഇന്നെന്തായാലും ശില്പം എന്റെ കയ്യിൽ കിട്ടാൻ പോവുകയാണ്. അടിപൊളി. ഇന്നെന്റെ സ്വപ്നം സഫലമാകാൻ പോവുകയാണ്. മൈ ഡ്രീംസ് വിൽ കം ട്രൂസ്. വെൽക്കം. ബ്രേക്ക് ചവിട്ട്, ബ്രേക്ക് ചവിട്ട്. നിങ്ങൾക്ക് എത്ര ധൈര്യമാണ്? നമുക്ക് ആ ശില്പം ഉടൻ തന്നെ കൊണ്ടുപോകാം. നിങ്ങൾ ശില്പം കൊണ്ടുപോകുമ്പോൾ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ചെണ്ട വായിക്കാം. അടിക്കവരെ. അയ്യോ എന്നെ അടിക്കല്ലേ, എനിക്ക് വയ്യ. അയ്യോ വേണ്ട. എന്നെ എത്ര വേണമെങ്കിലും തല്ലിക്കൂ, പക്ഷെ എന്റെ മകന്റെ ദേഹത്ത് നിങ്ങൾ തൊട്ടുപോകരുത്. ഓ അങ്ങനെയാണോ? എങ്കിൽ അങ്ങോട്ട് നോക്ക്. ഡാൻസ് കളിക്കടാ, ഡാൻസ് കളിക്കാൻ. ഡാൻസ്. പുറത്തേക്ക് വാ. എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? ഇവിടുന്ന് രക്ഷപ്പെടുക എന്നുള്ളത് നടക്കാത്ത കാര്യമാണ്. പട്ടിയെ കാണുമ്പോ എന്തിനാ പൂച്ച ഓടുന്നത്? മതിയാക്കടാ, എന്തിനാ നീ എന്നെ ഇങ്ങനെ തല്ലുന്നത്? അടികൈ. ഇവളുടെ ജീവൻ ആപത്തിലാണ്. അത് മറക്കണ്ട. കളി നിർത്തുന്നതാണ് നല്ലത്. എന്നാ പിടിച്ചോ. പോലീസ്, ഇവരെ ആരാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? വേണ്ട സാറേ. പാസ് പാസ്. സാറേ, എന്താ ഈ കാണിച്ചത്? ആ ശില്പം അവന്റെ കൈ കൊടുത്തല്ലേ? സോറി. എന്റെ സാറേ, ഇപ്പൊ ശില്പം ഡോണിന്റെ കയ്യിലേക്ക് പോയില്ലേ? എല്ലാരും വേഗം അറസ്റ്റ് ചെയ്യ. 4-5 പോലീസുകാരെ കൊണ്ട് ഞങ്ങളെ അറസ്റ്റ് ചെയ്യാമെന്ന് കരുതിയോ നിങ്ങൾ? ഞങ്ങൾ നിങ്ങളെ അറസ്റ്റ് ചെയ്യും. ഹാൻഡ്സ് അപ്പ്. ശില്പം താ. ഓ ഇതിനകത്ത് ഡയമണ്ട്സ് ഉണ്ട്. ശില്പമല്ലേ വേണ്ടത്? ദാ ഇന്നാ പിടിച്ചോ.
അടിപൊളി ഡയമണ്ട്സ് എടുത്തോളൂ. ഞാനാണ് ഡോൺ, എനിക്ക് തരൂ ഡയമണ്ട്. എന്നെ തല്ലുന്നു, ഞാൻ നിങ്ങളുടെ ബോസ് ആണ്. എല്ലാവരും തല്ലുന്നു, ഐ ആം ദി ബോസ്. സാറേ, സാറിന് വലിയ ഗ്യാങ്ങിനെയാണല്ലോ പിടിച്ചിരിക്കുന്നത്. ഇനി പ്രമോഷൻ കൺഫേം. ഞാൻ എന്തായാലും ഒരു ഇൻസ്പെക്ടർ ആവും. അപ്പൊ ഞാൻ കമ്മീഷണർ. ഇവർ രണ്ടുപേരും ആരാണ്? ശില്പമല്ലേ വേണ്ടത്? ദാ ഇന്നാ പിടിച്ചോ. സീക്രട്ട് ഏജന്റ്സ്. നിങ്ങൾ വേണമെങ്കിൽ ഡോൺ അയക്കോ അല്ലെങ്കിൽ സീക്രട്ട് ഏജന്റ് അയക്കോ. എനിക്ക് ഫാക്ടറി തുറക്കണം. ഞാൻ എത്ര നാളായി ചോദിക്കുകയാണ്. അങ്ങ് സൈൻ ചെയ്യുന്നോ അതോ ഇല്ലയോ? ഇവൻ എന്റെ പഴയ കൂട്ടുകാരനാണ്, ചങ്കു, ഓൾഡ് ഫ്രണ്ട്. അപ്പോ രണ്ട് ഫ്രണ്ട്സിനും കൂടെ ഒരു ജയിലിൽ കിടക്കാം. എല്ലാരും അറസ്റ്റ് എന്റെ സാർ, ഞങ്ങൾ ക്രിമിനൽസ് ഒന്നും അല്ല സാർ. അതെ, ഞങ്ങളുടെ കിറ്റിയെ കിഡ്നാപ്പ് ചെയ്ത് ശില്പം എടുക്കാനായിട്ട് ഇയാളാണ് ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചത്. ഇനി ഒരിക്കലും നിങ്ങൾക്ക് കിറ്റിയെ കിട്ടാൻ പോകുന്നില്ല. എന്റെ കിറ്റി എവിടെ പറയാ. കിറ്റിയെ കൊണ്ടുവാ ആൽസബറ്റ്സ്. ഓക്കേ ബോസ്. കണ്ണാ സർ, എനിക്കറിയായിരുന്നു തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ വന്ന് രക്ഷിക്കുമെന്ന്. ഇത്രയും ഡയമണ്ട്സ്, ഇത്രയും വലിയ ഗ്യാങ്ങിനെ പിടിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് തീർച്ചയായും റിവാർഡ് കിട്ടും. എന്നാൽ അതിനു മുമ്പായിട്ട് ഒരു സെൽഫി. Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play.